കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറയുന്നത് ഒരുപാട് രസകരമായ കുറേ മാജിക് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാജിക് ആയിട്ടാണ്. ഈ മാജിക് ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. കാര്യം വളരെ സിമ്പിളാ, ഒന്നുമില്ല. മിസ്സിന്റെ ഈ മാജിക് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ബർത്ത്ഡേക്കും അല്ലെങ്കിൽ വല്ല സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ കുറെ ബലൂൺ വീർപ്പിക്കാറുണ്ടല്ലേ. മിസ്സിന്റെ ഈ മാജിക് കഴിയുമ്പോൾ ഈ ബലൂൺ തനിയെ വീർക്കും. വളരെ സിമ്പിളാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ മാജിക് ചെയ്താലോ? അതിന് നമുക്ക് കുറച്ച് ആൾക്കാരെ വേണം. പക്ഷെ ഈ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ ഈസിലി കിട്ടുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് വൺ ബേക്കിംഗ് സോഡ. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വിനേഗറും വേണം. ഫസ്റ്റ് മിസ് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിലിൽ കുറച്ച് വിനേഗർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബലൂൺ എടുക്കുക. ഈ ബലൂണിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഓക്കെ, സോ മിസ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കോ, മിസ് ഈ ബലൂൺ എടുത്തിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഈ ബോട്ടിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവാം. ഇനിയാണ് മാജിക്. മിസ് ഈ ബലൂണിലെ ബേക്കിംഗ് സോഡ ഈ വിനേഗറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മാജിക് സ്റ്റാർട്ട് ആവും. ഓക്കെ, നമുക്ക് നോക്കിയാലോ? ഇതാ നോക്കിക്കോ, മിസ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നു, ബലൂൺ തന്നെ വീർക്കുന്നു. കണ്ടോ? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ഇത് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ബലൂൺ തനിയെ വീർത്തു വന്നത്? എന്തായിരിക്കും കാരണം? മിസ് പറഞ്ഞുതരാം. ബേക്കിംഗ് സോഡയും വിനേഗറും ആഡ് ചെയ്യുന്ന സമയത്ത് മിസ് പറഞ്ഞു ഇവിടെ ഒരു മാജിക് സംഭവിക്കുന്നു. ആ മാജിക്കിനെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിനേഗറും ബേക്കിംഗ് സോഡയും റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് 3 പ്രൊഡക്ട്സ് ആണ് ഉണ്ടായത്. ഒരു സോൾട്ട്, വാട്ടർ, അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ആള് ഒരു ഗ്യാസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. സോ നമ്മളുടെ റിയാക്ഷനിൽ ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാൻ ട്രൈ ചെയ്യും. അങ്ങനെ പുറത്തേക്ക് പോയി നമ്മളുടെ ബലൂൺ ഫുൾ ഫില്ലാവും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ലായതുകൊണ്ടാണ് നമ്മളുടെ ബലൂൺ എന്ത് ചെയ്തത്, വീർത്ത് വന്നത്. അപ്പൊ സിമ്പിൾ അല്ലേ ഈ മാജിക്? അപ്പൊ എല്ലാ മക്കളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.